നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നിക്കടിയോടെ, നീ ഒറ്റയൊരുത്തി ഇതിനെല്ലാത്തിനും കാരണം. എടി, നീ എന്തിനാടി രൂപേഷിനെയും കൂട്ടി ദിവസവും കോളേജിൽ പോകുന്നേ? അവനെന്താ നിന്റെ ജോലിക്കാരനാ? പ്രായമായ ഒരു പെണ്ണല്ലേ നീ? നിനക്കെന്താ ഒറ്റയ്ക്ക് പോകാൻ അറിഞ്ഞൂടെ? അതെങ്ങനെയാ? കൊഞ്ചിച്ച് വഷളാക്കി വെച്ചേക്കല്ലേ. ദിവസമുള്ള ഈ പോക്കിലും വരവിലുവേ നാട്ടുകാർക്ക് എന്തെങ്കിലും സംശയം തോന്നിയാ അതിലൊരു തെറ്റും പറയാനില്ല. വാ വാ. നീ ആരോടാ സംസാരിക്കുന്നെന്നറിയോ? വ്യക്തമായ കാര്യങ്ങൾ അറിയാതെ ആരെക്കുറിച്ച് ഒന്നും പറയാൻ പാടില്ല. രൂപേഷേട്ടാ, പോട്ടെ, സമാധാനിക്ക്, എല്ലാം ശരിയാവും. എന്ത് ശരിയാവാൻ? ഒന്നും ശരിയാവാൻ പോകുന്നില്ല. നീ കേട്ടില്ല അമ്മ പറഞ്ഞോക്കെ? ശരിയാകും പോലും. മടുത്തു. രൂപേഷേട്ടാ, മോളെ ഒന്നുമില്ല. കേട്ടതെല്ലാം മോളങ്ങ് മറന്നേക്ക്. ചേച്ചിയല്ലേ പറയുന്നേ. മോള് സങ്കടപ്പെടണ്ട. എന്താ രൂപേഷേട്ടാ ഇത്? വീടാവുമ്പോ അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ ഉണ്ടാവും. ഇതാണോ എല്ലാവരും കൂടി എന്നെ? അമ്മയും മിണ്ടാ നിന്നില്ലേ? എന്നെ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ നന്നായി അറിയുന്നതും എന്റെ അമ്മയ്ക്കല്ലേ? അതാ എനിക്ക് സഹിക്കാത്തത്. ആ ഗുണ്ട കള്ളം പറഞ്ഞാന്ന് ഞാൻ പറഞ്ഞപ്പോ ആരെങ്കിലും അത് വിശ്വസിച്ചോ? ഒരു കാലത്ത് ഈ മരുവത്തൂര് വീട് സ്വർഗമായിരുന്നു ദർശന, എന്റെ അമ്മയുടെ സ്വർഗം. ഇപ്പൊ എനിക്കിവിടെ ശ്വാസം മുട്ടുക. മടുത്തു. രൂപേഷേട്ടാ, എന്താ ഇത്? ഇങ്ങനെ തളർന്നാലോ? ചേച്ചിയും എനിക്ക് ചേച്ചിയും രൂപേഷേട്ടനും സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണുന്നതാ സന്തോഷം. ആ സന്തോഷത്തിന് അറിഞ്ഞോ അറിയാതെയോ പോലും ഒരു തടസ്സമാവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. രൂപേഷേട്ടന്റെ വീടാ ഇത്. ചേച്ചി ഈ വീട്ടിലെ മരുമകളും, ഞാനിവിടെ ഒരധിക പറ്റ. ഇന്ന് തന്നെ കണ്ടില്ലേ, ഞാനൊരാള് കാരണമാ ഇത്രയും പ്രശ്നങ്ങളും സങ്കടങ്ങളും ഒക്കെ ഉണ്ടായത്. അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോയിക്കോളാം. മോളെ, അങ്ങനെ ഒരു ദിവസം എങ്ങോട്ടെങ്കിലും അനാഥയാക്കി ഇറക്കി വിടാനാണോ? അച്ഛനും അമ്മയും ഒക്കെ അനാഥമാക്കി പോയിട്ടും ഈ ചേച്ചി മോളെ വളർത്തിയത്. നീ എന്താ മോളെ ഇങ്ങനെ? നിന്നോട് സുമംഗലമ്മ ഈ വീട്ടിൽ നിന്ന് പോവാൻ പറഞ്ഞോ? പറയേ. രൂപേഷേട്ടൻ പറഞ്ഞോ? രൂപേഷേട്ടന്റെ കൂടപ്പിറപ്പല്ലേ നീ? എന്നിട്ടും നിനക്ക് ഞങ്ങളെയൊക്കെ വിട്ടിട്ട് എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോണോ? ജനിച്ച നാള് മുതൽ എവിടെ പോയാലും ഈ ചേച്ചിയുടെ ഇടം കൈയിൽ തൂങ്ങി നീയും കാണും. ഈ കൈവിട്ട് നീ എങ്ങോട്ടെങ്കിലും പോയാ നിന്റെ ചേച്ചിക്ക്
സമാധാനവും സന്തോഷവും കിട്ടുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ നീ പോയിക്കോ. ആരും നിന്നെ തടയില്ല. കണ്ടില്ലേ ചോട്ടൂന്റെ മനസ്സ് വിഷമിച്ച കണ്ടില്ലേ? എത്ര നാള് നിനക്ക് ചോട്ടൂനെ എവിടെ ഇങ്ങനെ പിടിച്ചിരുത്താൻ പറ്റും? ദർശനെ, ആരുടെയും കുത്തുവാക്കുകളോ ആട്ടും കേട്ട് നമ്മൾ ഇനി ഈ വീട്ടിൽ താമസിക്കുന്നില്ല. രൂപേഷേട്ടാ, ഞാൻ നിന്റെ ആരാ? എന്താ രൂപേഷേട്ടാ ഇങ്ങനെ? ഞാൻ നിന്റെ കഴുത്തിൽ താലി കെട്ടിയവനാണെങ്കിൽ നീ ഞാൻ പറയുന്ന വേണം കേൾക്കാൻ. നമ്മൾ ഇപ്പോ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു, ഈ നിമിഷം. രൂപേഷേട്ടാ, ഒരു കുടുംബമാകുമ്പോ ഇതൊക്കെ മതി. അഞ്ജനോടും ഡ്രസ്സൊക്കെ അടുക്കി എടുക്കാൻ പറ. രൂപേഷേട്ടാ, അമ്മ ഒറ്റയ്ക്കല്ലല്ലോ, പ്രിയപ്പെട്ട അനിയനും ഉണ്ടല്ലോ. എന്നേക്കാളും അമ്മയെ സ്നേഹിക്കുന്ന ആളല്ലേ. വേഗം ബാഗൊക്കെ അടുക്കി ഇറങ്ങാൻ നോക്ക്. എങ്ങോട്ടാണെന്ന് വെച്ചാ? അത് ഈ മരവത്തൂറിന്റെ പടി ഇറങ്ങിയിട്ട് തീരുമാനിക്കാം. എന്താ ഇതൊക്കെ? ബാഗൊക്കെ ആയിട്ട് എങ്ങോട്ടാ? ദർശന മോളെ, എന്താ ഇത്? രൂപേഷേട്ടൻ ഇനി ഇവിടെ നിൽക്കുന്നില്ലാന്ന് എനിക്ക് എന്ത് പറയാനാവും ഗീതമാമേ? ഇതിനിടയിൽ കിടന്ന ഞാൻ. രൂപേഷേ, എങ്ങോട്ടാ? ഇറങ്ങാൻ തീരുമാനിച്ചു. എങ്ങോട്ടെന്നുള്ള തീരുമാനം പിന്നീട്. മോനെ, നീ അബദ്ധമൊന്നും കാണിക്കല്ലേ. ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങി പോകത്തക്ക സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ദേ, അപ്പച്ചിയാ പറയുന്നത്. ഇവിടെ ആരും എവിടെയും പോകുന്നില്ല. ഇല്ല അപ്പച്ചി, മടുത്തു. ഇനി ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കുന്നില്ല. ഞാനും ദർശനയും ചോട്ടും പോവാ. ഈ കാര്യത്തില് ഞാൻ ആര് പറഞ്ഞാലും കേൾക്കില്ല. എല്ലാവരും അവരവരുടെ ഇഷ്ടം പോലെ ആയിക്കോ. ഇപ്പൊ എന്തോ ആവാന്നായല്ലോ. അമ്മയ്ക്ക് മകനേക്കാൾ പ്രിയപ്പെട്ട അനുജനുണ്ടല്ലോ അപ്പച്ചി. അമ്മയ്ക്ക് അത് മതി. ഒരു കുടുംബം ആവുമ്പോ തർക്കവും വഴക്കും ഒക്കെ ഉണ്ടായെന്ന് വരും. വീട് വിട്ടിറങ്ങുന്നതാണ് പരിഹാരമെങ്കിൽ എന്താന്ന് വെച്ചായിക്കോ. എല്ലാം നശിക്കട്ടെ. ഗീതമ്മ, ഏട്ടത്തി, എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട്. ഏട്ടത്തി ഞാൻ പറഞ്ഞത് കേട്ടില്ലാന്ന് തോന്നുന്നു. എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ടെന്ന്. എന്താ? രൂപേഷിന് ഒരുപാട് വിഷമമായി. അവൻ പറയുന്നത് അമ്മയ്ക്കിപ്പോ അവനേക്കാളും വലുത് പവിയങ്കിളാണെന്നാ. സ്വന്തം വയറ്റി പിറന്ന മകനേക്കാൾ വലിയ ബന്ധാണോ സഹോദര ബന്ധം? എന്താ അതൊരു തെറ്റാണോ? ഏട്ടത്തി, ബന്ധത്തിന്റെ കണക്കും പറഞ്ഞ് കൂടപ്പിറപ്പിന്റെ ത്രാസാണോ മകന്റെ ത്രാസാണോ താഴ്ന്നു നിൽക്കുന്നതെന്ന് ഉറപ്പിക്കാൻ വന്നതല്ല ഞാൻ.